നമ്മുടെ ഇവിടെ ഇപ്പം മഴയുടെ ഷിഫ്റ്റൊക്കെ അങ്ങ് മാറിയേ. രാവിലത്തെ മഴയൊക്കെ ഇപ്പൊ രാത്രിയിലാണ് നിന്നങ്ങ് പെയ്യല്. നല്ല മഴയും നല്ല കാറ്റും ഒക്കെയാണ് രാത്രിയില്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലോ അതിന്റെ ഒന്നും ഒരു ലക്ഷണങ്ങളൊട്ട് ഇല്ലതാനും. ഞാൻ അതുകൊണ്ട് ഈ ഷെയ്ഡിൽ നിൽക്കുന്ന കലാത്തിയൊക്കെ 2-3 ദിവസം കൂടുമ്പോ നനച്ചൊക്കെ കൊടുക്കാറുണ്ട്. കലാത്തിയൊക്കെ ഇപ്പൊ നന്നായിട്ട് വലുതായേ. കിച്ചന്റെ വിൻഡോയിൽ നിന്ന് നോക്കുമ്പോ കാണാൻ നല്ല രസമാണ്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഓടില്ലേ, അതിന്റെ മുകളിലേക്കാണ് കേട്ടോ ഒരു മാവ് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നത്. കാറ്റൊക്കെ വീശി കഴിഞ്ഞാലുള്ള ഇല മുഴുവൻ ഈ സ്റ്റെപ്പിലേക്ക് വീഴും. മഴ പെയ്താ പിന്നെ മഴവെള്ളവും ഇലയും ഒക്കെ കൂടെ അങ്ങ് കുഴഞ്ഞു കിടക്കുവേ. നല്ല വഴുവഴുക്കുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ ദിവസവും ഞാൻ കഴുകി വിടാറുണ്ട്. അമ്പുവിന്റെ സ്വഭാവത്തിന് ഓടി വരുമ്പോ ഉരുണ്ടടിച്ച് വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അമ്പു മാത്രമല്ല നമുക്കും വീഴാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ അവിടെ അങ്ങ് കഴുകി വിടാറുണ്ട്. അങ്ങനെ അവിടുത്തെ തൂക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഹെലിക്കോണിയെ വെച്ച് കൊടുത്തിരിക്കുന്ന പാത്തുണ്ടല്ലോ, അവിടെ ഞാൻ ചട്ടിയിൽ കുറച്ച് ചെടികൾ നട്ടു വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരെ എല്ലാം അങ്ങ് നനച്ചു. പിന്നെ നേരെ വന്ന് അടുക്കള സൈഡിൽ നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന എന്റെ കുറെ സ്പെഷ്യൽ ചെടികൾ ഉണ്ടല്ലോ, അവരെയും നനച്ചേ. ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞ് വീടിന്റെ 4 ചുറ്റുമൊക്കെ നടന്ന് എല്ലാം ഓക്കെ ആണെന്നൊക്കെ നോക്കി നേരെ കിച്ചണിലേക്ക് വന്നു. ഇവിടെ എനിക്കിന്ന് ഒരുപാട് പണികളൊന്നും ചെയ്തു തീർക്കാനില്ല കേട്ടോ. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ചോറും കറിയും ഒക്കെ സെറ്റ് ആക്കി വെക്കും. പിന്നെ വൈകുന്നേരം നമ്മൾ ചായയൊക്കെ തിളപ്പിക്കുന്ന പാത്രവും ഗ്ലാസ്സും ഒക്കെ ഇല്ലേ, അതൊക്കെ അങ്ങ് കഴുകി വെക്കാനുള്ളൂ. അങ്ങനെ അതൊക്കെ അങ്ങ് കഴുകി വെച്ച് അടുക്കളയൊക്കെ നല്ല ക്ലീൻ ആക്കി ഇട്ടു. എനിക്കുണ്ടല്ലോനെ നമ്മുടെ കിച്ചൺ ടോപ്പിൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഞാൻ അതൊക്കെ അവിടെ വെക്കാണ്ട് ഒരു ഷെൽഫ് സെപ്പറേറ്റ് ഉണ്ട്, അതിലേക്ക് കയറ്റി വെക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. എനിക്ക് അവിടെ എപ്പോഴും നല്ല പ്ലെയിൻ ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് കിടക്കണം. കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞാൽ തന്നെ വീടിന്റെ ഏകദേശം പണികളെല്ലാം തീർന്നു എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഇവിടെ നമ്മൾ എല്ലാം വാം ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പകലുള്ളതിനേക്കാളും ഭംഗിയാണ് വീട് രാത്രിയിൽ കാണാൻ. ഈ ലൈറ്റ് എല്ലാം ഇങ്ങനെ ഇട്ട് വീടിന്റെ ഈച്ച് ആൻഡ് എവറി കോർണർ ആസ്വദിച്ച് നടക്കലാണ് കേട്ടോ എന്റെ മെയിൻ ഹോബി.